SUV വാഹനങ്ങൾ വാങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ സെഗ്മെൻ്റ് ആണെങ്കിലും B1 സെഗ്മെൻറ്റിലെ വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും SUV എന്ന് പറയുന്ന ടാഗ് ലൈനോട് എല്ലാവർക്കും വളരെയധികം താല്പര്യമുണ്ട്. പക്ഷേ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന വാഹനങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഒരു SUV അല്ല എന്നുള്ളത്. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടാറ്റ പഞ്ചാണ്. മാക്സിമം SUVക്ക് കൊടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കേപ്പബിലിറ്റിയൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ iTurbo എന്ന് പറയുന്നൊരു വാഹനം. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാഹനത്തെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കണം? ഈ ഒരു വാഹനത്തിന് SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുകൾ എങ്ങനെയൊക്കെ കമ്പനി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയധികം ഫീച്ചർ എന്ന് പറയുന്നത് ഫാൻസി ഫീച്ചേഴ്സ് ആയിട്ടുള്ള സൺറൂഫോ, വെന്റിലേറ്റഡ് സീറ്റോ, അല്ലെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈസോ, സ്പീക്കറിൻ്റെ എണ്ണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. മെക്കാനിക്കലി ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് കമ്പനി എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ടാറ്റ പഞ്ചിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ iTurbo വേർഷൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്നാൽ പോലും ചെറിയ അതായത് മില്ലിമീറ്റർ സൈസ് എന്ന് നമുക്ക് പറയാം, അത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഡയമെൻഷൻസിൽ വന്നിട്ടുണ്ട്. അത് ഈ ഡിസൈൻ ലാംഗ്വേജിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അതായത് ഈ ഒരു സൈസ് കൂടി എന്ന് പറയുന്നത് കൊണ്ട് സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ലഭിക്കണം. തീർച്ചയായിട്ടും ആ ഒരു പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3827 മില്ലിമീറ്ററാണ് ലെങ്ത്ത്, 1742 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത്. ഹൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1615 മില്ലിമീറ്ററാണ്. വീൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ 2445 മില്ലിമീറ്ററാണ്. എടുത്തു പറഞ്ഞൊരു കാര്യം, ഇനിയാണ് എടുത്തു പറഞ്ഞൊരു കാര്യം, 187 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസിൽ നിന്നും 193 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആക്കി ഉയർത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വിവിധ തരത്തിലുള്ള ടെറൈനിലൂടെ ഈ ഒരു വാഹനം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയധികം ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം. മിഡ് സൈസ് SUV സെഗ്മെൻറ്റിലെ കിങ് ആയിട്ടുള്ള ക്രെറ്റയ്ക്ക് വരെ 180 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എൻഹാൻസ് ചെയ്തതിലൂടെ തന്നെ ഈ ഒരു വാഹനത്തിന് SUV കേപ്പബിലിറ്റി അവർ കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആദ്യത്തെ പോയിന്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എൻഹാൻസ് ചെയ്തു. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ബേസ് മോഡലിൽ 16 ഇഞ്ച് നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ബേസ് മോഡലിൽ 15 ഇഞ്ച് വീലുകളാണ് വന്നിട്ടുള്ളത്. 185 70 R15 ആണ് ബേസ് മോഡലിൽ വന്നിട്ടുള്ളത്. ടോപ്പ് എൻഡ് മോഡലിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് 16 ഇഞ്ചിൻ്റെ വീല് ലഭിക്കും. അത് 195 60 R16 ആണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈല് തന്നെ നമുക്ക് എടുക്കാം. 15 ഇഞ്ച് അഡിക്വേറ്റ് ആണ്, എന്നാലും 16 ഇഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചെറിയ വാഹനമാണ്. വീൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ 2445 മില്ലിമീറ്ററാണ്, 3827 മില്ലിമീറ്ററാണ് ലെങ്ത്ത്. അത്രയും ചെറിയൊരു വാഹനമാണ്. എങ്കിലും അകത്ത് നല്ല രീതിക്കുള്ളൊരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ആയിട്ട് ഇരുന്ന് വാഹനത്തെ ഓടിക്കാൻ കഴിയും എന്നുള്ളതാണ്. കൃത്യമായ വിസിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. 73% വിസിബിലിറ്റി ഈ ഒരു വാഹനം നൽകുന്നുണ്ട് എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് നമ്മൾ ചില വാഹനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, വാഹനത്തിൻ്റെ ഡിസൈൻ വളരെ നന്നായിരിക്കും, പുറത്ത് നോക്കിയാൽ വളരെ ഭംഗിയുള്ള ഡിസൈൻ ആയിരിക്കും, അകത്ത് കയറിയിരുന്നാൽ ഇരുട്ട് റൂമിൽ ഇരിക്കുന്നത് പോലെയാണ്. അതായത് എഡ്ജ് എവിടെയാണ് അല്ലെങ്കിൽ പുറത്തേക്കുള്ളൊരു വിസിബിലിറ്റി കാണുന്നില്ല, ഗ്ലാസ് ഏരിയ വളരെ കുറവായിരിക്കും, ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് ചെറിയ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. പിന്നെ ഒരു ഊഹം വെച്ച് നമ്മളങ്ങോട്ട് ഓടിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചുകൾ വന്നാലായി. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരം 360 ഡിഗ്രി ക്യാമറ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള സ്ക്രാച്ചുകൾ ഒഴിവാക്കാനും അതുമാത്രമല്ല പാർക്കിംഗ് സുഗമമാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വാഹനത്തിന് 90 ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളാണ്. ആൽഫ പ്ലാറ്റ്ഫോമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പല വീഡിയോസിലും അത് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ അണ്ടർ തൈ സപ്പോർട്ട് കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ബാക്ക് സീറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹെഡ് റൂം കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല താഴെ നമ്മുടെ തൈ സപ്പോർട്ടും നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലെഗ് റൂമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും സ്കൂപ്പ് ചെയ്യുക മാത്രമല്ല നമ്മുടെ പാദങ്ങൾ വെക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ഏറ്റവും താഴത്തെ ഭാഗം സീറ്റിൻ്റെ
അവിടെയും സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാല് ശരിക്കും നമുക്ക് കയറ്റി വെക്കാൻ കഴിയും. സാധാരണഗതിയിൽ നമ്മുടെ ഡ്രൈവർ സീറ്റ് കുറച്ച് പുറകോട്ട് ഇറക്കുമ്പോഴത്തേക്കും നമ്മുടെ കാല് വന്ന് ഡ്രൈവർ സീറ്റിൻ്റെ അടിഭാഗത്ത് തട്ടും. ഇതങ്ങനെയല്ല, കുറച്ചും കൂടെ സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം നേരിട്ട് കണ്ട സമയത്ത് എനിക്കതാണ് തോന്നിയത്. അതുമാത്രമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റ് പോക്കറ്റ് ഉണ്ടല്ലോ, അവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ പോലും നമ്മുടെ കാലിൽ തട്ടില്ല. അത്രത്തോളം ഒരു മാക്സിമം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനിയാണ് കാര്യത്തിലേക്ക് വരുന്നത്. SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൊടുക്കാൻ വേണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി നല്ല ടയർ പ്രൊഫൈൽ കൊടുത്തു. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആകും. ഇപ്പോൾ നമ്മൾ ഇഗ്നിസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 180 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഇഗ്നിസിൻ്റെയൊക്കെ സസ്പെൻഷൻ സ്റ്റിഫാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കുലുക്കമുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ കുറച്ച് സോഫ്റ്റർ സൈഡാണോ എന്ന് ചോദിച്ചാൽ സോഫ്റ്റർ ആണ്. എന്നാൽ ഹാർഡാണെന്ന് ചോദിച്ചാൽ അത്രമേൽ ഹാർഡായിട്ടുള്ളൊരു സസ്പെൻഷൻ അല്ല. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ എക്സ്പെഷ്യലി കേരളത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡിനകത്ത് ഒരുപാട് പാച്ച് വർക്കുകൾ ഉണ്ടായിരിക്കും. യൂണിഫോം അല്ല റോഡ്. അത് മാത്രമല്ല, റോഡ് പണിയുമ്പോൾ തന്നെ ഒരു അൺഡുലേഷൻ ഉണ്ടായിരിക്കും. ഒരു കയറിയും ഇറങ്ങിയൊക്കെ ഒരു ഉരുളിമ എന്ന് നമ്മൾ പറയില്ലേ, കയറിയും ഇറങ്ങിയൊക്കെ ഇങ്ങനെ റോഡിൻ്റെ അതായത് ഒരു പ്ലെയിൻ അല്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല റോഡായിരിക്കും, ഗട്ടറൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു റോഡ് നമുക്ക് ഫീൽ ചെയ്യും. അത്തരം റോഡുകളിൽ ഈ ഒരു വാഹനം ഞാൻ പേഴ്സണലി ഓടിച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഓടിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയത് അൺഡുലേഷൻസ്, അൺഈവൻ ആയിട്ടുള്ള വെർട്ടിക്കൽ മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ടാറ്റയ്ക്ക് അവിടെ വളരെയധികം മികച്ച ഒരു അപ്രിഷിയേഷൻ നമുക്കവിടെ കൊടുക്കാൻ കഴിയും. തീർച്ചയാണ്. കാരണം ആ ഒരു സസ്പെൻഷൻ അത്രമേൽ നന്നാക്കിയിട്ടുണ്ട്. 193 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ ഒരു വാഹനം നല്ല രീതിക്ക് സ്റ്റിഫ് ആകും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഒരു വാഹനത്തെ അപ്രോച്ച് ചെയ്തത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ഗ്രേഡബിലിറ്റി, ഈ ഒരു സെഗ്മെൻറ്റിൽ B1 സെഗ്മെൻറ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ഏതെങ്കിലും ഒരു മാനുഫാക്ചർ ഗ്രേഡബിലിറ്റി എന്നൊരു പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഫ്യൂൽ എഫിഷ്യൻസി, അത് മാത്രമല്ല സേഫ്റ്റിയുടെ കാര്യം ടാറ്റയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. ട്രക്കിലാണ് വന്ന് ഇടിച്ചിട്ടുള്ളത്, എന്നിട്ടും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നുള്ളതാണ്. 5 സ്റ്റാർ റേറ്റിംഗ് മാത്രമല്ല, ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അത് ചൈൽഡ് ഓക്യുപ്പൻസിയിലും അഡൽട്ട് ഓക്യുപ്പൻസിയിലും 5 സ്റ്റാർ ലഭിച്ചു എന്നുള്ളതാണ്. സ്റ്റേഷനറിയായി നിൽക്കുന്ന ഒരു ട്രക്കിലേക്ക് 50 കിലോമീറ്റർ വേഗതയിൽ വന്ന് ഈ ഒരു വാഹനം ഇടിപ്പിക്കാനുണ്ടായത്. അത് റിയൽ ലൈഫിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതിനെ സിമുലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ വളരെ മികച്ചതാണ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഹനത്തിന്, അതായത് സ്റ്റീപ്പായിട്ടുള്ള കയറ്റം വലിച്ച് കയറാനുള്ള ഒരു കപ്പാസിറ്റിയാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി ഇത്തരം SUV വാഹനങ്ങളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഗ്രേഡബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്, റിയർ വീൽ ഡ്രൈവ് അല്ല. എന്നിട്ട് പോലും 30% ഗ്രേഡബിലിറ്റി ഈ ഒരു വാഹനത്തിനുണ്ട്. അതിനെ നമ്മളൊരു ആംഗിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 16 ഡിഗ്രി ആംഗിൾ ഗ്രേഡബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവായിട്ട് വരുന്ന ചില വാഹനങ്ങളിലൊക്കെ ഒരു മാക്സിമം ഒരു 26% വരെയാണ് ഗ്രേഡബിലിറ്റി ഉള്ളൂ. കൃത്യമായിട്ട് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കയറ്റമാണ്, ഈ വാഹനം കയറി പോവുകയാണ്, ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. ഗ്രേഡബിലിറ്റി പെർസെൻറ്റേജ് കുറഞ്ഞ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നിന്ന് കഥയ്ക്കും. വെറുതെ ടയർ ഇങ്ങനെ കറങ്ങാനുള്ള ശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ, വാഹനം വലിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെയർ പിൻ ആയിട്ടുള്ള വളവുകളിലൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളഞ്ഞ് ഉള്ള ഹെയർ പിൻ കയറ്റങ്ങളിലൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമാകും. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് സിക്കിമിലെ സുലക് ലൂപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഹൈ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അവിടെ തന്നെ ഏകദേശം ഒരു മാക്സിമം ഒരു 13 to 15% ആണ് അവിടുത്തെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഗ്രേഡബിലിറ്റി ഈ ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളതാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നല്ല കയറ്റത്തിലും ഈ ഒരു വാഹനം വലിച്ച് കയറി പൊക്കോളും. അതാണ് എടുത്തു പറഞ്ഞൊരു കാര്യം. ടർബോ എഞ്ചിനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 120 PS പവറും 170 Nm ടോർക്കുമുണ്ട്. ലോ ആൻഡ് ടോർക്കൊക്കെ വളരെ മികച്ചതാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ എടുത്തു കണ്ടൊരു കാര്യം. തേർഡ് ഗിയറൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചധികം ട്രാവൽ ഉണ്ടെങ്കിൽ പോലും ആ തേർഡ് ഗിയറിൽ നല്ല രീതിക്കുള്ള ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ഫുഡായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജും ലഭിക്കും. നമ്മൾ കാല് വെറുതെ കൊടുത്താൽ പെട്രോൾ വെറുതെ കിടന്ന് കത്തിപ്പോവുക മാത്രമേ ഉള്ളൂ, എന്നിട്ട് മൈലേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വാഹനം അറിഞ്ഞ്, വാഹനം ഓടിക്കുന്ന സ്ഥലം അറിഞ്ഞ് വാഹനത്തെ കൈകാര്യം ചെയ്യണം. ഒരു വാഹനം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം ഗ്രൗണ്ട് ക്ലിയറൻസ്, രണ്ടാമത് സസ്പെൻഷൻ, ടയർ പ്രൊഫൈൽ, ഇപ്പോൾ ഗ്രേഡബിലിറ്റി എന്നൊരു പദം ഈ ഒരു ചെറിയ സെഗ്മെൻറ്റ്, അതായത് B1 സെഗ്മെൻറ്റിലെ ഒരു വാഹനത്തിന് SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൊടുക്കാൻ വേണ്ടി തന്നെ അവർ കൊണ്ടുവന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ്. ടർബോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ECUവിൻ്റെ ട്യൂണിങ്ങും അത് മാത്രമല്ല ഈ എഞ്ചിൻ്റെ ലോ ആൻഡ് ടോർക്കൊക്കെ വളരെ നല്ലതായതുകൊണ്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നല്ല കയറ്റമൊക്കെ നമുക്ക് ആ വാഹനത്തെ കയറ്റിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല 90 ഡിഗ്രി
ചെരിവുള്ള സ്ഥലങ്ങളിലെ ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് 21.4 ഫ്രണ്ട് ഇറങ്ങുന്ന സമയത്ത്, അതായത് 90 ഡിഗ്രിയുള്ള ഒരു കയറ്റത്തിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫ്രണ്ട് ബമ്പർ തട്ടാതിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുന്നത് 39.4 ഒരു കയറ്റത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ബാക്ക് ബമ്പർ എത്രത്തോളം തട്ടാതിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. റാമ്പ് ഓവർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളൊരു വലിയൊരു സ്റ്റീപ്പിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ അടിഭാഗത്തെ ആ സെൻട്രൽ പോർഷൻ തട്ടാതിരിക്കുക എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. 21.6 ഡിഗ്രിയാണ് അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മാരുതി സുസുക്കി ഫ്രോങ്സിനെയാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഫാർ ബെറ്ററാണ് ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. ഏതെങ്കിലും ഒരു മാനുഫാക്ചർ ഈ ഒരു സെഗ്മെൻറ്റിൽ B1 സെഗ്മെൻറ്റിൽ ഇങ്ങനെ ചിന്തിക്കുക. വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി 400 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1 feet 4 inch അപ്രോക്സിമേറ്റ്ലി വരും 400 mm എന്ന് പറയുമ്പോഴത്തേക്കും. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ SUV വാഹനങ്ങളെല്ലാം ഇത്രത്തോളം വെള്ളത്തിലൂടെ ഇറക്കി കൊണ്ടുപോകാൻ കഴിയുന്നതാണല്ലോ, അതിനുവേണ്ടിയാണല്ലോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെയും നമുക്ക് അത്തരത്തിൽ കൊണ്ടുപോകാൻ കഴിയും. അതായത് നിശ്ചലമായിരിക്കുന്ന ഒരു വാട്ടർ ബോഡിയിലൂടെ ഈ ഒരു വാഹനത്തെ നമ്മൾ ഇറക്കിക്കഴിഞ്ഞാൽ 400 മില്ലിമീറ്റർ വരെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടയറിൻ്റെ വീലാർച്ചിൻ്റെ ജസ്റ്റ് മുകളിൽ വരെ നിൽക്കും. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഇതിൻ്റെ ബോണറ്റ് തുറന്നപ്പോൾ ഇതിൻ്റെ എയർ ഇൻടേക്ക് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഉയർത്തിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം സേഫ്റ്റി, ഒന്നും പറയാനില്ല. ഈ ഒരു വാഹനം സേഫ്റ്റിയുടെ കാര്യത്തിൽ മികച്ചതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വളരെ നല്ല കംഫർട്ട്, സീറ്റിംഗ് പൊസിഷൻ. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെട്രോൾ അത്രമേൽ പവർഫുൾ അല്ല, ഓക്കെയാണ്. പിന്നെ CNGയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കണ്ട് മാത്രം എടുക്കുക. CNGയും അത്രമേൽ പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമല്ല. പെട്രോളിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഈ ടർബോയുടെ കാര്യമാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ടർബോ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി നിങ്ങൾ ചിന്തിക്കൂ, B1 സെഗ്മെൻറ്റിൽ ഇത്തരത്തിലുള്ളൊരു മൈക്രോ SUV വാഹനത്തെ കൊണ്ടുവന്നു. ഇപ്പോൾ മൈക്രോ SUV എന്നല്ല കമ്പനി വിളിക്കുന്നത്, നമുക്കറിയാം. എന്തായാലും സൈസ് ഇത്രയേ ഉള്ളൂ, സബ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റ്. അതൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനത്തിനെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി അവർ പറഞ്ഞു, ഗ്രേഡബിലിറ്റി പറഞ്ഞു, അതുമാത്രമല്ല സ്പേസ് പറഞ്ഞു, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ട് പോലും അതിൻ്റെ ഡ്രൈവിംഗ് എബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു, അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, റാമ്പ് ഓവർ ആംഗിൾ, അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയെക്കുറിച്ചും പറഞ്ഞു. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടർബോ എഞ്ചിനും കൊടുത്തു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നല്ലൊരു സസ്പെൻഷൻ, മാക്സിമം സ്പേസ് യൂട്ടിലിറ്റി ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കമാൻഡിങ് സീറ്റിംഗ് പൊസിഷനാണ്. അത് സ്ത്രീകളൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റുള്ള ഫീച്ചേഴ്സ്, ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിൻ്റെ AC ടച്ച് പാനൽ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഫിസിക്കൽ സ്വിച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇത് നമ്മുടെ ഡ്രൈവിങ്ങിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. നമ്മളിപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എവിടെയാണ് ടച്ച് ചെയ്യേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് തന്നെ മതി, നമ്മളത് യൂസ്ഡ് ആണ്. പിന്നെ കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു ഭംഗി ഇതിന് തോന്നിയെന്നിരിക്കാം. കാര്യത്തിലേക്ക് വരുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ടർബോ പഞ്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അതല്ല, കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.